ഈ തുണ്ടൻ വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ മൂത്രത്തിക്കല്ല് മൂത്രത്തിൽ കൂടി പുറത്തു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിതൊന്ന് കുടിച്ചു കാണിക്കാം. എടുത്ത് മൂത്രത്തിക്കല്ല് നമുക്കോ നമ്മുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇല്ലാത്തൊരു സാഹചര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം മൂത്രത്തിക്കല്ല് രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പം ഒരുപാട് പൈസ മുടക്കി മൂത്രത്തിക്കലിന് സർജറി വരെ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാര്യം മൂത്രം ഒഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, നല്ല നടുവേദന ഉണ്ടാവുക, ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. അടിവയറ്റിന് വേദന ഉണ്ടാവുക, ഇതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടായി മാറുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പൈസ ഒന്നും മുടക്കാതെ നമുക്ക് വീട്ടിൽ തന്നെയുള്ള ചെറിയ 1-2 സാധനങ്ങൾ വെച്ച് മൂത്രത്തിക്കല്ല് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു മരുന്നാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ദാണ്ട് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഈ സാധനം കണ്ടോ, ഇത് നമ്മുടെ തുളസി ഇലയാണ്. അത്യാവശ്യം ഏത് തുളസിയായാലും മതി, കൃഷ്ണ തുളസിയോ അല്ല സാധാ തുളസിയോ ഏതെങ്കിലും ഒരു തുളസി മതി. പിന്നെ വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ തേനാണ്. തേൻ നല്ല നാച്ചുറൽ തേൻ കിട്ടുകയാണെങ്കിൽ, നാടൻ തേൻ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പം എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇതുപോലെ ഇടികല്ലെടുക്കണം. അത് മിക്സിയിലിട്ടടിച്ചാലും മതി. നമുക്ക് വേണ്ട ഈ ഇത്രയും തുളസി ഇല ഇതിലേക്കിട്ട് ഇതിനെ ഒന്ന് ഇടിച്ച് ഇതിൻ്റെ നീര് നമുക്കൊന്ന് എടുക്കണം. അപ്പം ഞാൻ ഇത് ഇടിച്ച് ഇതിൻ്റെ നീരെടുത്തൊന്ന് കാണിക്കാം. അപ്പോൾ നമ്മളാണ്ടെ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സ്പൂൺ എടുക്കുക, അതിലേക്ക് കുറച്ച് തേൻ ഒഴിക്കുക. കാണിച്ചു തരാം. കണ്ടേ, ഇത്രത്തോളം തേൻ എടുക്കുക. തേൻ എടുത്തതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഈ പറഞ്ഞ തുളസി ഇലയാണ് നീര് കുറേ ചേർന്നിട്ട് ആണോ, അത്യാവശ്യം നല്ല നീരുണ്ട് കേട്ടോ. നല്ലപോലെ ഇറ്റിച്ച് കൊടുക്കുക. ഇത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. കൈ വെച്ച് മിക്സ് ചെയ്തിട്ട് ഞാനിതൊന്ന് കുടിച്ച് കാണിക്കാം. എടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ, ആ തേനിൻ്റെയും ആ തുളസിയുടെയൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ സ്ഥിരമായിട്ടൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഇത് തേനും ഈ തുളസിയിലയും ചേർത്ത് നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ കല്ല് മാറിക്കിട്ടും. അത് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്നത് ഒരു 3 വെണ്ടയ്ക്കയാണ് കേട്ടോ. 3 വെണ്ടയ്ക്ക തന്നെ എടുക്കണം. 3 വെണ്ടയ്ക്ക എടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഇത് ഇത്രയും മതി, ഇത്ര വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലൊരു ബോളിൽ വെള്ളം എടുത്തതിന് ശേഷം ഈ വെണ്ടയ്ക്ക ഈ വെള്ളത്തിലങ്ങ് ഇടുക. വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ തലേന്ന് വൈകുന്നേരം ഒരു 4 മണിക്ക് അല്ലെങ്കിൽ ഒരു 5 മണി സമയത്ത് ഇടുക. ഇട്ടതിന് ശേഷം അതിരാവിലെ തന്നെ ഇത് അരിച്ച്, അതായത് ഈ വെണ്ടയ്ക്ക മാറ്റി അരിച്ച് ഈ വെള്ളം കുടിച്ചാൽ മതി. ഉറപ്പായിട്ടും നിങ്ങളുടെ മൂത്രത്തിൽ കൂടെ തന്നെ പൊക്കോളും. നിങ്ങൾ വേറെ ഓപ്പറേഷൻ ചെയ്യുകയോ വേറെ ട്രീറ്റ്മെൻറ്റ് ഒന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 2 ടിപ്പും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.